കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഉൾപ്പെടെ സഞ്ചരിച്ച തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതിൽ അന്വേഷണം വേണമെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. DGCAയോട് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭയപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഉണ്ടായതെന്നും 2 മണിക്കൂറോളം കാത്തിരുന്നതിന് ശേഷമാണ് ചെന്നൈയിൽ വിമാനം ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞതെന്നും എം.പി. എക്സിൽ കുറിച്ചു. മുഹമ്മദ് റഹീസിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ ചെന്നൈയിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, ഗുഡ് മോർണിംഗ്. എയർ ഇന്ത്യ ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകുന്നുണ്ടോ ഈ സംഭവത്തിൽ? മുഹമ്മദ് റഹീസ്. മോർണിംഗ് ഉന്മേഷ്. ഇതുവരെയും എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം വന്നിട്ടില്ല. പക്ഷേ എയർ ഇന്ത്യയുടെ ഒരു വക്താവ് ചില മാധ്യമങ്ങളോട് അനൌദ്യോഗികമായി പറഞ്ഞത് ഈ സാങ്കേതിക തകരാർ ഉണ്ടായതുകൊണ്ടാണ് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വന്നതെന്നാണ്. എംപിമാർ ഉൾപ്പെടെ സഞ്ചരിച്ച വിമാനമായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോകേണ്ട വിമാനം. അത് സാങ്കേതിക തകരാർ ഉണ്ടാകുന്നു. ഉടൻ തന്നെ ചെന്നൈയിലേക്ക് ലാൻഡ് ചെയ്യണമെന്ന് പറയുന്നു. ചെന്നൈയിലേക്ക് ലാൻഡ് ചെയ്യാൻ ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയമെടുത്തു. അത് 1 മണിക്കൂറും 10 മിനിറ്റും എന്നുള്ള വിവരമാണ് ആദ്യം പുറത്തു വന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്നലെ ഈ കെ.സി. വേണുഗോപാൽ എം.പി. ഒരു എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ പറയുന്നത് ഏതാണ്ട് 2 മണിക്കൂറോളം എടുത്തു ഇത് ലാൻഡ് ചെയ്യാനെന്നാണ്. എംപിമാർ ഒക്കെയും സത്യത്തിൽ ഭയപ്പെട്ടിരുന്നു. സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന് കൃത്യമായൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. പൈലറ്റിന്റെ സംയോജിത ഇടപെടൽ കൊണ്ട് മാത്രമാണ് തങ്ങൾ സുരക്ഷിതരായി താഴെ ഇറങ്ങാൻ കഴിഞ്ഞത് എന്ന് എം.പി. പറയുന്നുണ്ട്. അതിന് പിന്നാലെ തന്നെയാണ് അദ്ദേഹം ഒരു അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് DGCAയോട് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ചില അതോറിറ്റികളെ ഇന്നലെ രാത്രി തന്നെ വിളിച്ചിരുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തായാലും എക്സിൽ അദ്ദേഹം അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മാത്രമല്ല ഇതൊക്കെയും എയർ ഇന്ത്യയുടെ ഒരു ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നുണ്ട്. അത് അവരുടെ ഒരു ഉത്തരവാദിത്വത്തെയും ജനങ്ങളോടുള്ളൊരു സമീപനത്തെയും ഒക്കെയും ഇത്തരത്തിലുള്ള ഇൻസിഡന്റുകൾ, ഇത്തരത്തിലുള്ള ആക്സിഡന്റുകളൊക്കെയും കളങ്കപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഇത്തരത്തിൽ ലാപ്സുകൾ ഉണ്ടാകരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എയർ ഇന്ത്യ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഒന്നും നൽകുന്നില്ല. ഒരു ടെക്നിക്കൽ മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ അവർ ഇതിനെ കാണുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ മിസ്റ്റേക്കുകൾ അടിക്കടി ഉണ്ടാവുകയും ഇങ്ങനെ വിമാനങ്ങൾ അടിയന്തര ലാൻഡ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ നിത്യേന ഉണ്ടാകുന്ന ഒരു കാഴ്ചയായി മാറുകയാണ്. അതിനിടയിൽ കൂടിയാണ് എംപിമാർ സഞ്ചരിച്ച ഈ വിമാനത്തിലും ഇത്തരത്തിൽ. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഏതായാലും എയർ ഇന്ത്യയുടെ ക്രെഡിബിലിറ്റിയെ അത് ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീഴ്ചകൾ അതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകണമെന്ന് എം.പി. എക്സിൽ കുറിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.